മെഡിക്കൽ നെഗ്ലിജൻസ് ആകുമ്പോഴേക്കും അതിൻ്റെതായിട്ടുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിന് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും കുറേ പൈസയും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ അത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ അന്വേഷണത്തിന് ഉത്തരവിട്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഫർദർ മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ ഇതുപോലെ അവർക്കെതിരെ അങ്ങനെ ഇതാകാൻ പാടില്ല. ഒരാളെ ജീവിതമല്ലേ പോയത്, 5 വർഷം കൊണ്ട് കിടപ്പിലാണല്ലോ. അപ്പം അത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പെപ്റ്റാമിൻ ഇല്ലാതെ നമുക്ക് ഫിസിയോതെറാപ്പി കൊടുക്കാൻ പറ്റാതെ മരുന്നുകൾ ഡെയിലി നല്ല മരുന്ന് രാവിലെ ഒരു 10-12 ഗുളിക, ഉച്ചയ്ക്ക് 8 ഗുളിക, 9 ഗുളിക, രാത്രിയിലും അതുപോലെ 10-12 ഗുളിക. അപ്പം മരുന്നിൻ്റെ ഒന്നും മുടങ്ങാൻ പാടില്ല. ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇതുപോലെ സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അവനെ തിരിച്ചു കൊണ്ടുവരണം ജീവിതത്തിൽ. ഈ വാരിച്ച ചിലവ് താങ്ങാനുള്ളൊരു ഇതൊന്നും നമുക്കില്ല ഇപ്പോൾ. എന്നാലും നമുക്ക് അവനെ മുന്നോട്ട് കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. അവന് ആ ഒരു ഫുഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, പെപ്റ്റാമിൻ എന്ന് പറഞ്ഞ പൊടി. ബാക്കി മറ്റേ ഇൻഷുറോ കൊടുത്തപ്പോൾ ലൂസ് മോഷൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെപ്റ്റാമിനാണ്, ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് പെപ്റ്റാമിൻ വാങ്ങിക്കുന്നത്. പെട്ടെന്ന് ലൂസ് മോഷൻ ഉണ്ടാകും. ഇൻഷുറോ കൊടുത്തപ്പോൾ ശരിയാവുന്നില്ല.